ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവന്റെ ഹൃദയത്തിൽ ആഴമേറിയ രീതിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടതിന് വേണ്ടി എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദം ഇതാണ്. നിങ്ങളൊരു വിഷയത്തിന്റെ മേൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ നിന്ന് മാനുഷികമാകുന്ന കരങ്ങൾ കൊണ്ട്, മാനുഷികമാകുന്ന സഹായം കൊണ്ട് എനിക്ക് പുറത്തു വരാൻ പറ്റുകയില്ല ബ്രദറെ. എനിക്ക് ദൈവത്തെ തന്നെ ആ വിഷയത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വളരെ ദാഹത്തോടും പ്രാർത്ഥനയോടും കൂടി എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. ആമേൻ. യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. ദൈവം ഒരു വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ കരം ഒരു വിഷയത്തിന്റെ മേൽ ചലിച്ചു തുടങ്ങിയാൽ, അത് എത്ര ക്രൂരമായ വിഷയമാണെങ്കിലും, അത് എത്ര ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും, അത് ഒരു മനുഷ്യനാൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കാലതാമസമുള്ള വിഷയമാണെങ്കിലും ദൈവം അത് ഭംഗിയായി, ആമേൻ, ദൈവം അത് ഭംഗിയായി നിവർത്തിക്കുമെന്ന്, അതിന്മേൽ ഇടപെടുമെന്ന് ചിലരോട് ഇവിടെ ഇന്ന് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദൂതിനെ കൈമാറുകയാണ്. ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആ പ്രവചനം അതുപോലെ തന്നെ വന്നു ഭവിക്കട്ടെ. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അത്ഭുതം ചെയ്യുന്ന വീരനാം ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം അനുവദിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നമ്മൾ കൈമാറുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഞാൻ പറഞ്ഞുവല്ലോ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. ആമേൻ. ഒരുപാട് അറ്റാക്കുകളുടെ നടുവിൽ നിന്നുകൊണ്ട് പല വിഷയങ്ങൾ തലയ്ക്കു മുകളിൽ കടന്നു വന്നുകൊണ്ട് നിരാശയോടും കണ്ണുനീരോടും കൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടുള്ള ദൂതാണ്, ലെറ്റ് ഗോഡ് ഫൈറ്റ് ഫോർ യു. ആമേൻ. അത് നിങ്ങൾ കാണും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. യുദ്ധത്തിലേക്ക് കടന്നു പോകുന്ന പലരുടെയും ജീവിതത്തിന്മേൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ടെൻഷനാണ്. പ്രശ്ന സമാനമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആമേൻ, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കും. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആ രോഗത്തിന്റെ മേൽ ദൈവകരം ചലിക്കും. ആമേൻ. ആ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ മേൽ ദൈവകരം ചലിക്കും.
ഒരു വ്യക്തിക്കും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിന്റെ മേൽ ദൈവകരം ചലിക്കും. ചൂടാബന ഹറ്റൽ പ്രബാല ഘടകസി. ബൈബിളിൽ ഒരുപാട് വ്യക്തികൾ യുദ്ധത്തിന്റെ നടുവിൽ നിന്നിട്ടുണ്ട്. അവർക്ക് മനുഷ്യ സഹായത്തിനുണ്ടായിരുന്നില്ല. രാജ്യങ്ങളാണ് അവർക്കെതിരെ കടന്നു വന്നത്. എന്നിട്ടും അവർ ദൈവത്തിലുള്ള വിശ്വാസം തള്ളിപ്പറയാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ ഒറ്റ കാരണത്താൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ആ ദൈവിക ദൂതിനെ ഏറ്റെടുത്തോ. മോശയും കൂട്ടരും ആമേൻ ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാൻ നാട്ടിലേക്ക് കടന്നു വരികയാണ്. വിടുവിക്കപ്പെട്ടു എങ്കിലും പഴയ ശത്രു ഇസ്രായേൽ ജനത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ വണ്ണം പുറകെ വരുവാനിടയായി തീർന്നു. ഇന്ന് യേശുവിനെ അറിഞ്ഞിട്ടും ആമേൻ ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോഴും ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾക്ക് പൂർണ്ണമായി വിടുവിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ഏതൊക്കെയോ മേഖലകളിൽ നിന്നെ ഒതുക്കുന്നതും ആമേൻ നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്നതും, നിന്റെ ജീവിതത്തിലേക്ക് നാണക്കേട് കൊണ്ടുവന്നിടുന്നതും നഷ്ടങ്ങൾ കൊണ്ടുവന്നിടുന്നതുമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് ഇന്നത്തെ പ്രവചന ശബ്ദത്തിലൂടെ നിന്നോട് സംസാരിക്കുകയാണ്. നീ മിണ്ടാതിരുന്നാൽ മതി, ദൈവം നിനക്കു വേണ്ടി യുദ്ധം ചെയ്യും. ഉറപ്പോടെ പറഞ്ഞാട്ടെ, ദൈവം എനിക്കു വേണ്ടി യുദ്ധം ചെയ്യും. ആ രോഗത്തിന്റെ മേൽ രാജലമനക കണ്ണിന്റെ ബുദ്ധിമുട്ടിന്റെ മേൽ, ചിലരുടെ മേൽ അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. മോശ എത്തി നിൽക്കുന്നത് ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഈ 35 ലക്ഷം ജനത്തെയും അവൻ ലീഡ് ചെയ്തുകൊണ്ട് ചെങ്കടലിന്റെ അരികൾ വന്നു നിൽക്കുമ്പോൾ അവരെ കൊല്ലുവാൻ വേണ്ടി, അവരെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി ഫറവോനും സൈന്യവും കടന്നു വരുവാനിടയായി തീർന്നു. പുറകിൽ ഫറവോനും സൈന്യമാണെങ്കിൽ മുൻപിൽ ആർത്തിരമ്പുന്ന ചെങ്കടലാണ്, രണ്ട് ഭാഗത്തും മലകളാണ്. എവിടേക്ക് നോക്കും? ഫറവോന്റെ മുമ്പിൽ, മോശയുടെ മുമ്പിൽ എവിടേക്കും നോക്കുവാൻ വഴിയില്ല. ഇന്ന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ മുൻപിൽ ഏതൊക്കെ വഴികൾ അടഞ്ഞാലും ഉയരത്തിൽ ഒരു വഴിയുണ്ട്. അത് നിന്റെ മുൻപിൽ എന്നും തുറന്നു കിടക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഉയരത്തിൽ നിനക്കു വേണ്ടി ഒരു വഴിയുണ്ട്. ആ വഴി നിന്റെ മുൻപിൽ തുറന്നു കിടക്കുന്നിടത്തോളം കാലം നീ പരാജയം അറിയുകയില്ല. ആമേൻ. ഉയരത്തിൽ നിന്റെ മുൻപിൽ വഴി തുറന്നു കിടക്കുന്നിടത്തോളം കാലം നീ വിജയിച്ച് മുന്നേറും. ആമേൻ. സ്വർഗത്തിന്റെ വഴി നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നിടത്തോളം കാലം ഒരു ശത്രുവിനും നിന്നെ പുറകോട്ട് കൊണ്ടുവരുവാൻ കഴിയുകയില്ല. ആമേൻ. അങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ദൈവത്തിന്റെ വഴികൾ നിന്റെ മുൻപിൽ തുറന്നു തരുവാൻ വേണ്ടി പോകുകയാണ്. നീ ഇതുവരെ കാണാത്തത്, നീ ഇതുവരെ ചിന്തിക്കാത്തത്, നീ ഇതുവരെ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള പുതിയ വഴികൾ എൻ്റെ ദൈവത്തിന് നിനക്കു വേണ്ടി തുറന്നു തരുവാൻ, നിന്നെ മാനിക്കുവാൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എസ്തേറിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ അവൻ മരണങ്ങൾ മാത്രം കണ്ടുകൊണ്ട് മോവാബ് ദേശത്തു നിന്ന് രൂത്തിനെ അവൻ രാജകീയമായി ബോവസിന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് മാനിച്ചതുപോലെ,
അനുഗ്രഹിച്ചതുപോലെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നീ ദൈവത്തിനു വേണ്ടി നിന്നാൽ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ചെയ്യുവാനിടയായി തീരും. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണ്. ആമേൻ. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. നമ്മുടെ സൂം മീറ്റിംഗിൽ നടക്കുന്ന ശനിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കാണ്. ആമേൻ. മോശ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം പറയുന്ന പദമാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്നു കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണുകയില്ല. ആമേൻ. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച് സംഭവിച്ചത് എന്താണെന്നറിയാമോ? മുൻപിൽ ഒരു വഴികളും ഇല്ലാത്ത സ്ഥലത്ത് വഴി 2ആയി വിഭജിക്കപ്പെട്ടു. ഒരു പുതിയ വഴിയിലൂടെ ദൈവം അവരെ നടത്തി. ഇന്ന് സഹോദര സഹോദരി, ആമേൻ, ദൈവാത്മാവ് പറയുന്നു, പുതിയ വഴിയിലൂടെ ദൈവം നിന്നെ നടത്തും. ഇതുവരെ നീ കടന്നു വന്ന പാത കഠിനമായിരുന്നു, കണ്ണീരായിരുന്നു, ദുഃഖമായിരുന്നു, ഞെരുക്കമായിരുന്നു. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ പുതിയ വഴിയിലൂടെ നടത്തും. നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ട്, ദൈവം എന്നെ പുതിയ വഴിയിലൂടെ നടത്തും. അത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് മേൽ സംഭവിക്കുകയാണ്. നിങ്ങളൊരു യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ വിഷയത്തിന്റെ നടുവിലാണ് ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ, ആ വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയും? മിണ്ടാതിരിക്കുക. ആമേൻ. നിങ്ങളുടെ ശക്തിക്കും നിങ്ങളുടെ കഴിവിനും അനുസരിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ നിങ്ങൾ പരിഹരിക്കുവാൻ ഒരിക്കലും നോക്കരുത്. ആമേൻ. ദൈവമുഖത്തേക്ക് നോക്കുക, മിണ്ടാതിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്ന, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു അണ്ടർ അറ്റാക്കിന്റെ നടുവിലാണെങ്കിൽ, ഒരു യുദ്ധ സമാനമാകുന്ന ഈ അനുഭവത്തിലാണെങ്കിൽ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക, ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, വിഷയം കടന്നു വരുമ്പോൾ ഭയപ്പെട്ടു പോകരുത്. ആമേൻ. പേടിച്ച് പിന്മാറിപ്പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത്, അതിന്റെ നടുവിൽ ദൈവത്തെ അതിന്റെ നടുവിൽ നിങ്ങൾ ആരാധിച്ചു തുടങ്ങിയ, നീ കാണുന്നത്, നീ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ട് നീ വിടിവിക്കപ്പെടുന്നത് കാണും. പൗലോസും ശീലാസും അവരൊരു അണ്ടർ അറ്റാക്കിന്റെ നടുവിലായിരുന്നു. ആമേൻ. അവരെ പിടിച്ച് കാരാഗ്രഹത്തിന്റെ നടുവിലാണ് കൊണ്ടുവന്നിട്ടത്. ഹല്ലേലൂയ. ഈ സമയത്ത് അവർ ഭയപ്പെടുകയല്ല ചെയ്തത്, അവർ ദൈവത്തോട് കംപ്ലൈന്റ് ചെയ്യുകയല്ല ചെയ്തത്. അതിനേക്കാളൊക്കെ ഉപരിയായി അതിന്റെ നടുവിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അവൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. ആമേൻ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, എഴുന്നേറ്റ് നിൽക്കുക, ഉറപ്പോടുകൂടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിന്റെ നടുവിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണും. അങ്ങനെ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മീറ്റിംഗിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗം കൂടി നിങ്ങൾ ആകുകയാണല്ലോ. ദൈവാത്മാവ് പറയുന്നു, ഈ സീസൺ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് നിങ്ങൾ കാണാൻ വേണ്ടി പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഈ ജനം വലിയ അറ്റാക്കിന്റെ നടുവിലാണ്. ഇമോഷണലി, അതുപോലെ തന്നെ ഫിനാൻഷ്യലി, ആമേൻ, ഫിസിക്കലി, മെന്റലി.
അറ്റാക്കിൽ കൂടി കടന്നു പോകുന്ന ഈ ജനത്തിന്റെ മേൽ ദൈവിക ഫ്രീഡത്തെ ഞാൻ വയ്ക്കുകയാണ്. അത്ഭുതത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അത് ഈ ജനത്തിന്റെ നടുവിൽ ദൈവം ചെയ്തതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ആ രോഗാത്മാവിനെ ഞാൻ ശാസിക്കുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവകരത്തിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ നടക്കുന്നത് പാലക്കാട് വെച്ചാണ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയം പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ആ വിടുതലിന്റെ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. God bless you all.